ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? 5 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് എന്നിലേക്ക് പണം നിലയ്ക്കാതെ ഒഴുകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ടീച്ചറമ്മ ഇന്ന് എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സമ്പത്ത് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ഒഴിവാക്കിയ കാര്യം എന്ന് പറയുന്നത് പരാതി പറച്ചിലായിരുന്നു. മക്കളെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഞാൻ 7,000 രൂപ സാലറിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, 5 പൈസ എടുക്കാനില്ല, ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. എപ്പോഴും ഈ പരാതി പറച്ചിലായിരുന്നു. അപ്പോൾ നിങ്ങളിൽ പലരും ഇങ്ങനെ പറയുന്നവരുണ്ട്, കയ്യിൽ പൈസ എടുക്കാനില്ല, 5 പൈസ എടുക്കാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ കുറേ കടങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഇല്ലായ്മ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ദാരിദ്ര്യത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യം നമുക്ക് വിട്ടൊഴിയത്തില്ല. എപ്പോഴും ജീവിതത്തിൽ ദാരിദ്ര്യം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം എൻ്റെ മക്കൾ ആ ഒരു പറച്ചിലങ്ങ് നിർത്തിയിട്ട് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പൈസ വരത്തുള്ളൂ. പിന്നെ ഞാൻ ഒഴിവാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, അവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ, എന്ത് വലിയ വീടാണ് അവരുടെ. അവർ ഗൾഫിൽ സെറ്റിൽഡാണ്, അവർക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, അവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, അവരൊക്കെ എത്ര ലക്ഷറീസിലും കംഫേർട്സിലും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടുകയാണല്ലോ, ഞാൻ എങ്ങും എത്തിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചു, എനിക്കൊന്നും നേടാൻ പറ്റിയില്ല. ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നും ഞാൻ ഇങ്ങനെ ഒരു മോശം അവസ്ഥയിലാണല്ലോ പോകുന്നത്, എനിക്ക് എന്താ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാത്തത്? ഇങ്ങനെ മറ്റുള്ളവരുടെ വളർച്ച കണ്ടിട്ട് അതിൽ അസൂയ തോന്നുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അസൂയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലോ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് മക്കളെ. ഒരിക്കലും നമുക്ക് ആരോടും അസൂയ മനോഭാവം ഉണ്ടാവരുത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റാണ്. അപ്പോൾ ടീച്ചർമ്മ ചെയ്ത തെറ്റുകൾ എൻ്റെ മക്കളത് ആവർത്തിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർമ്മ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടിട്ട് നമുക്കത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാം. എനിക്ക് എങ്ങനെ കൂടുതൽ സമ്പത്ത് നേടിയെടുക്കാൻ പറ്റും, ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ എനിക്ക് സ്വന്തമായിട്ട് എങ്ങനെ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് നേടാമെന്ന് നമ്മൾ ചിന്തിച്ചാൽ സമ്പത്ത് നേടാനുള്ള മാർഗങ്ങൾ നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. പിന്നെ ഞാൻ ചെയ്തിരുന്ന മൂന്നാമത്തെ കാര്യം, ഞാൻ ഒഴിവാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചിന്തിക്കാതെ തന്നെ ചിലവാക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു തുണിക്കടയിൽ പോയി, നമ്മളെ സ്ത്രീകൾക്കൊക്കെ ഡ്രസ്സ് വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എടുക്കും. എന്നിട്ട് ബില്ല് പേ ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്ക് ടെൻഷൻ അടിക്കും. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഈ ആന കരിമ്പും കാട്ടി കയറുന്ന പോലെ കണ്ടതും അതും ഇതും എല്ലാം. കൂടുതലും ഞാൻ ഹസ്ബൻഡ് ആർമിയിലായിരുന്നുകൊണ്ട് തന്നെ ആർമി ക്യാൻറ്റീനിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന എല്ലാം വലിച്ചു വാരി എടുക്കും. എന്നിട്ട് അവസാനം ബില്ല് അടയ്ക്കാൻ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കും, അയ്യോ ബില്ല് കുറച്ചേ വരാവേ, ചെറിയ ബില്ല് വരാവുള്ള ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ വരുന്നത് വലിയ ബില്ലായിരിക്കും. പിന്നെ മനസ്സ് എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, വല്ല കാര്യം ഉണ്ടായിരുന്നോ, ആവശ്യമില്ലാതെ എന്തിനാ ഇതെല്ലാം കൂടെ പറക്കിയെടുത്തത്, ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ അതങ്ങ് തീർന്നു പോകും, ഈ മാസത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കൽ പാടാവുമല്ലോ, ഈ മാസം ഈ മാസത്തെ ബഡ്ജറ്റ് തകരാറിലാവും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പിന്നെ മനസ്സ് എപ്പോഴും നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ അനുഭവമുണ്ട്? നമ്മൾ ഇതുപോലെ ചിലവാക്കി കഴിഞ്ഞിട്ട് പിന്നെ മനസ്സ് നമ്മളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അത് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, എന്തിനായിരുന്നു നിനക്ക്, എന്തിൻ്റെ കേടായിരുന്നു, എന്തിനാ ഇത്രയും പൈസ ചിലവാക്കി, ഇങ്ങനെ. ആർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്? അനുഭവം ഉള്ളവർ യെസ് ടീച്ചർമ്മ എന്ന് ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ മക്കളെ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു മൈൻഡ്ഫുൾനെസ് ഇല്ലാതെ അങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ കൃത്യമായിട്ടൊരു കണക്കില്ല, എത്ര രൂപ വരുന്നുണ്ട്, എങ്ങനെ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ഞാൻ ആ ഒരു ശീലം ഒഴിവാക്കുകയാണ് ചെയ്തത്. നാലാമതായിട്ട് ഞാൻ ഒഴിവാക്കി എന്താണെന്നറിയോ മക്കളെ? ഞാൻ വിചാരിച്ചിരുന്നത് ഈ ക്ലാസ്സുകളിലും കോഴ്സുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചുമ്മാതെ പൈസ ചിലവായി, എന്തിനാ അങ്ങനെ പിന്നെ ചിലവാക്കുന്നത്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, കുറേ പുസ്തകങ്ങൾ വായിച്ചാൽ എന്താ അറിവാ കിട്ടാൻ പോകുന്നത്, പുസ്തകങ്ങൾ വായിച്ചിട്ട് ആരെ ജീവിതം മാറി, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ തയ്യാറല്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പുതിയ ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി, അങ്ങനെ ഒരുപാട് അറിവ് വരാൻ തുടങ്ങി. 100 കണക്കിന് സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചു, അതിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ജീവിതം ഇങ്ങനെ
മാറുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യം നെഗറ്റീവായിട്ടുള്ള പിന്നെ അത്തരം ചിന്തകൾ മാറ്റിയപ്പോൾ തന്നെ ലൈഫിൽ വലിയൊരു മാറ്റം വന്നു കേട്ടോ. പിന്നെ ഞാൻ 5ാമതായിട്ട് ഒഴിവാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിരുന്നു. എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങുന്നതിന്, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യണം, അപ്പോഴേ മനസ്സിൽ വരും, അയ്യോ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തോറ്റു, എന്നെ കൊണ്ട് പറ്റൂ, എനിക്കിതിന് പറ്റൂല, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് പിന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട്, എനിക്ക് പിന്നെ കുറേ കണ്ടെത്തും ഞാനിങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് മോശമാണ്, എനിക്ക് സപ്പോർട്ട് തരാൻ ആരുമില്ല, എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ്, എന്തെങ്കിലും പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിലും എനിക്ക് തടസ്സം മാത്രമായിരുന്നു. പക്ഷെ ആ ഐ കാണ്ട് എന്നുള്ളതിനെ ഞാൻ തിരിച്ച് ഐ ക്യാൻ, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ്, എനിക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ മക്കളെ, അവസരങ്ങൾ എന്നിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് നോക്കാം, ഓക്കെ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം, എനിക്കത് പറ്റും എന്നൊക്കെ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ മെല്ലെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് വിജയം കിട്ടിയപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നി തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഞാൻ ആ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്കിനെ മാറ്റി പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് എത്തിയപ്പോഴാണ് ഓരോ അവസരങ്ങളായിട്ട് എന്നിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ടീച്ചറമ്മ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന 5 കാര്യങ്ങളും എൻ്റെ മക്കൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ സമ്പത്ത് നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ വീഡിയോസിലൂടെ ആയിട്ട് ടീച്ചറമ്മ പറഞ്ഞു തന്നുകൊണ്ടിരിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് മക്കളെ. ഒരുപാട് പേര് കടബാധ്യതയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ മക്കൾ ലൈക്ക് ചെയ്യണേ. ബൈ, ലവ് യു ഓൾ.